ഹലോ ഗായ്സ്, ബ്രാൻഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗായ്സ്, ഇപ്പോഴും എല്ലാ ആൾക്കാർക്കും ഒരേ സമയം ഒരേപോലെ പെർഫോം ചെയ്യാൻ പറ്റൂല. ഈ മാത്യു ഹേഡൻ, ഗിൽക്രിസ്റ്റ്, വീരേന്ദർ സേവാഗ്, സച്ചിൻ ടെണ്ടുൽക്കർ ഇവരെല്ലാവരും ഇതേപോലെ കടന്നുപോയവരാണ്. പക്ഷേ അന്ന് ഇത്രയും കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. ഞാൻ ഇപ്പോഴും പറയാം, അന്ന് ഇത്രയും കോമ്പറ്റീഷൻ. പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ നല്ല കോമ്പറ്റീഷനാണ്. എന്ന് വെച്ചാൽ ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ ബാറ്റിങ്ങിനോ ബോളിങ്ങിനോ ഉണ്ട് എന്നുള്ളതാണ്. അത്രയ്ക്ക് ഇന്ത്യൻ ടീമിൽ അത്രയ്ക്ക് കോമ്പറ്റീഷൻ ഉള്ള ടൈമാണ്. അന്ന് കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. സൗരവ് ഗാംഗുലിയായിരുന്നു ക്യാപ്റ്റൻ. കുറച്ച് കോമ്പറ്റീഷൻ ഇല്ല. ഇപ്പൊ 2 കളി 5 കളി ഇടക്കായിരുന്നാൽ പോലും 6ാമത്തെ കളി ഇറക്കും. കാര്യം എന്ന് പറഞ്ഞാൽ വേറെ കളിക്കാൻ പ്ലേയേഴ്സും ഇല്ല, കോമ്പറ്റീഷനും ഇല്ല. മനസ്സിലായില്ല? അതേപോലെ അല്ല ഈ നിമിഷം കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പൊ സഞ്ജു ഇല്ലെങ്കിൽ ഇഷാൻ കിഷൻ ഉണ്ട്, ഇഷാൻ കിഷൻ ഇല്ലെങ്കിൽ വേറെ ജിതേഷ് ശർമ്മ ഉണ്ട്. അങ്ങനെ കോമ്പറ്റീഷനുള്ള ഫീൽഡാണ് ഇത്. മനസ്സിലായില്ലേ? അപ്പോഴത് അറിഞ്ഞ് സഞ്ജു പക്ഷെ കളിക്കണമെന്നാണ് എൻ്റെ ഒരു ഇതായിരുന്നു. പക്ഷേ എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ചില സമയങ്ങളിൽ തോൽവി സംഭവിക്കും. അതേപോലെയാണ് ഇന്നത്തെ മാച്ച്. ഇന്ത്യൻ ന്യൂസിലാൻഡ് മാച്ചിൽ സഞ്ജു സാംസൺ 6 റണ്ണിന് പുറത്തായി. പക്ഷെ എല്ലാവരുടെയും ജീവിതത്തിലും ഒരു ഘട്ടം ഉണ്ടാവും, ഒരു സമയം എന്ന് പറയുന്നത്. നല്ല സമയം, ഒരു ചീത്ത സമയം. പക്ഷെ നല്ല സമയം പറഞ്ഞ സമയത്ത് നല്ല രീതിയിൽ ഫോം ചെയ്യും. ആ ഫോം ചെയ്യുന്ന സമയത്ത് ടീം കണ്ടിന്യൂസ് ആയിട്ട് അവസരം കൊടുത്തില്ല. ഇപ്പൊ ചീത്ത സമയം വന്ന സമയത്തും അവസരം കൊടുത്തു. പക്ഷേ അത് ചീത്ത സമയമായിരുന്നു. അതാണ് സത്യത്തിലുള്ള സത്യാവസ്ഥ. എന്തായാലും ഇനി ഒരു കാര്യം ഉറപ്പായി ഗായ്സ്, ഇനി 2020 വേൾഡ് കപ്പിൽ സഞ്ജു സാംസൺ ബെഞ്ചിലാണെന്ന് 100% ഉറപ്പായി. കാര്യം എന്ന് പറഞ്ഞാൽ ഇഷാൻ കിഷൻ സെഞ്ചുറി അടിച്ച് ഫോമായി. സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ യുവരാജ് ഇനി മുട്ട കൊണ്ടുവന്ന് സഞ്ജു സാംസന്റെ ബാഗിൽ വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. അതുവരെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ കളിക്കുന്ന കളിയെല്ലാം പേടിച്ചാണ് കളിക്കുന്നത്. അതിന് മുമ്പ് വരെ ഒരു കളി പോലും പേടിക്കാതെ കളിച്ചിരുന്ന ഒരു മനുഷ്യൻ കളിക്കുന്ന കളി മൊത്തം പേടിച്ചാണ് കളിക്കുന്നത്. എന്ത് സംഭവിച്ചതെന്നു ഇനിയിപ്പോൾ പണ്ട് കല്യാണരാമൻ സിനിമയിൽ കുഞ്ചാക്കോന് ദിലീപ് മുട്ട പുഴുങ്ങി വെച്ചോ, അല്ല എനിക്ക് യുവരാജ് വല്ല മുട്ട കൂടോത്രം ചെയ്ത് വെച്ചാന്ന് അതൊന്നും അറിഞ്ഞൂടാ. എന്താണ് സംഭവമാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എന്തോ സംഭവം എന്താണെന്ന് അറിഞ്ഞൂടാ. ഈ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മാച്ചല്ല, 2 മാച്ചല്ല, 3 മാച്ചല്ല, 4 മാച്ചല്ല, 5 മാച്ചിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോം ഔട്ട് ആവണം എന്ന് പറഞ്ഞ ഒരു പ്ലെയറിന് വലിയ ഒരു ദുരന്തമാണ്. ദുരന്തം എന്ന് പറഞ്ഞാൽ ആലോചിച്ചു, തിരുവനന്തപുരത്ത് ഇത്രയും കാണികളെ ഫ്രണ്ടിൽ തിരുവനന്തപുരത്ത് സഞ്ജുവിന് വേണ്ടി മാത്രം 2 ദിവസം കൊണ്ടാണ് ടിക്കറ്റ് സോൾഡ് ആയത്. 2 ദിവസം കൊണ്ടാണ് ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയത്. ആലോചിക്കുക, എല്ലാവരും വന്നത് സഞ്ജുവിന് വേണ്ടിയാണ്. പക്ഷേ സഞ്ജു ഇത് നിരാശപ്പെടുത്തി പറഞ്ഞാൽ എല്ലാവരും നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ സിറ്റുവേഷനിൽ സഞ്ജു കാണിച്ചത് ഒന്നും കൂടി ബെറ്ററായിട്ടൊന്ന് ഷോട്ട് ചൂസ് ചെയ്യായിരുന്നു. സഞ്ജുവിന്റെ ഷോട്ട് ഭയങ്കര ടെൻഷനായിട്ടാണ് ആ ഷോട്ട് ചൂസ് ചെയ്തത്. അന്ന് വിക്കറ്റും പോയി. ഇപ്പോഴും ഞാൻ പറയുന്നു ഗായ്സ്, സഞ്ജു ശകലം കൂടി ഒരു മെച്യൂരിറ്റിയിൽ ബാറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന്. ഇന്ന് കാര്യം ഇത്രയും 38,000 പേര് സഞ്ജുവിന് വേണ്ടിയാണ് വന്നത്. ടീം ഇന്ത്യ ജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് കളി വരുന്ന മുമ്പേ അറിയാം, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വരുന്ന മുമ്പേ അറിയാം ടീം ഇന്ത്യ ജയിക്കും. എന്തായാലും ടീം എന്ന അത്ര പവർഫുൾ ടീമാണ്. പക്ഷെ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് സഞ്ജു സാംസന്റെ പെർഫോമൻസ് ആണ്. എന്നിരുന്നാൽ പോലും ഞാൻ ഇപ്പോഴും പറയുന്നു, ആ മനുഷ്യൻ തിരിച്ചു വരും. സഞ്ജു സാംസൺ തിരിച്ചു വരും. എല്ലാവർക്കും ഒരു നല്ല സമയമുണ്ട്, ചീത്ത സമയമുണ്ട്. ഒരുപക്ഷെ ചീത്ത സമയം പോകുമ്പോഴേക്കും നല്ല സമയം വന്നത്. നല്ല സമയം പറ്റും. പക്ഷേ ഇതിപ്പോൾ നമുക്ക് പറയാമെന്നല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ടീമിൽ ഇനിയില്ല, ഇനി ബെഞ്ചിൽ തന്നെ. 2020 വേൾഡ് കപ്പിൽ ബെഞ്ചിൽ തന്നെ. ഇഷാൻ കിഷനായിരിക്കും ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ. സഞ്ജു സാംസൺ ബെഞ്ചിൽ തന്നെ. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സഞ്ജു സാംസൺ പെർഫോം ചെയ്തിരുന്നെങ്കിൽ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു. സഞ്ജു സാംസൺ പെർഫോം ചെയ്തില്ല, സഞ്ജു സാംസൺ ബെഞ്ചിൽ. പക്ഷേ ഒരു കളി ചെറുക്കന് ഇതിൻ്റെ ഇടയിൽ കിട്ടിക്കഴിഞ്ഞാൽ ചെറുക്കൻ കത്തിക്കാറ് 100% ഉറപ്പ്. എന്തായിരുന്നാലും കത്തിക്കാറും. എന്തായാലും തോൽവിയിൽ നിന്നുള്ള ഒരു ജയം എപ്പോഴും ഉണ്ടാവുന്നത്. 100% ഉറപ്പാണ് സഞ്ജു സാംസൺ തിരിച്ചു വരും. ഇതിപ്പോ പോട്ട്, ഇപ്പൊ സമയം മോശമായിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണത് നല്ലത് പോലും ചീത്തയാവും. എന്നാണ് സത്യം. സമയം മോശം സമയമാണ് സഞ്ജു സാംസൺ. നല്ലത് പോലും ചീത്തയാവും എന്നാണ് സത്യം. പക്ഷേ സമയം ശരിയാണെങ്കിൽ ആള് കയറി കത്തിക്കാറ്. നിങ്ങൾ ഉദ്ദേശിച്ചോ,
ഒരവസരവും കൂടി സഞ്ജു സാംസൺ കിട്ടിക്കഴിഞ്ഞാൽ റെഡിയാവും. ഇനി കിട്ടുമെന്ന് അറിഞ്ഞൂടാ, ഈ ലെവലിൽ പോലെ ഉൾപ്പെടുത്തില്ല, അത് വേറെ കാര്യം. എന്താണെന്ന് നോക്കാം. നമ്മൾ പോയത് പോട്ട് ചെറുക്കൻ എന്തിനെ പറ്റിയെന്ന് അറിഞ്ഞൂടാ, എങ്കിലും ഇനിയുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായിരുന്നാലും നമ്മൾ സഞ്ജു സാംസന്റെ കൂടെയാണ്. ഞാനും സഞ്ജു സാംസന്റെ ഫാൻസും ഞങ്ങളടങ്ങിയ കുറേ ടീംസ് ഉണ്ട്. ഞങ്ങൾ സഞ്ജു സാംസന്റെ കൂടെ. ഈ പറഞ്ഞ സച്ചിൻ വരെ ഇതേപോലെ ഔട്ടായിട്ടുണ്ട്, സേവക് ഔട്ടായിട്ടുണ്ട്, ഹേഡൻ ഔട്ടായിട്ടുണ്ട്, ഗിൽക്രിസ്റ്റ് ഔട്ടായിട്ടുണ്ട്, ഇതേ വൻകിട താരങ്ങളെല്ലാവരും ഔട്ടായിട്ടുണ്ട്. ഈ വിരാട് കോഹ്ലി ഔട്ടായിട്ടുണ്ട്, രോഹിത് ശർമ്മ ഔട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഫമില്ലാതെ ഔട്ടാവും. പക്ഷെ അന്ന് കളിക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആളില്ലായിരുന്നു. പക്ഷെ ഇന്ന് അതുപോലെയല്ല, കളിക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആളുണ്ട്, പെർഫോം ചെയ്യാൻ ആള് വെളിയിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ കാണിക്കുന്നത്. അന്ന് ആളില്ലായിരുന്നു. ഒരു മുഹമ്മദ് കൈഫ്, ഒരു യുവരാജ് സിംഗും ദിനേശ് മോഗിയൊക്കെ കൊണ്ടാണ് ഗാംഗുലി കപ്പടിച്ചത്. ആലോചിച്ച് നോക്ക്, അന്ന് കളിക്കാൻ പുറത്ത് ആളില്ല. പക്ഷെ ഇന്ന് IPL ഒക്കെ വന്നവിടെ കളിക്കാൻ ആളുണ്ട് ഇവിടെ കളിക്കാൻ. ഒരാളില്ലെങ്കിൽ പോലും ബാറ്റിങ് ചെയ്യാൻ ആളുണ്ട്, ബാറ്റിങ്ങാ ഫീൽഡിങ്ങാ ബോളിങ്ങാ ചെയ്യാൻ ആളുണ്ട്. പക്ഷെ ഇത് സഞ്ജു സാംസൺ ശകലം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് മനസ്സിലാക്കണം. ഈ കാര്യം 120 കോടിയുള്ള ജനങ്ങൾ കാണുന്ന ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ 120 കോടി പേരിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഒരു ചാൻസ് ആണ് ഓപ്പണിംഗ് സ്പോട്ടിൽ. അത് 5 T20 ഒന്നൊന്നല്ല, 5 T20 സാധനം കിട്ടിയത്. എന്നിട്ടും ഇത് തെറ്റ് സഞ്ജു സാംസൺ. ഡിസപ്പോയിൻമെന്റ് ആണ്, മൊത്തം ഡിസപ്പോയിൻമെന്റ്. എങ്കിലും താങ്കളെ നമ്മൾ വിമർശിക്കൂല, ഞാൻ വിമർശിക്കൂല. ഒരിക്കൽ തിരിച്ചു വരും, ഒരു നാൾ തിരിച്ചു വരും. എല്ലാവർക്കും ഒരു ബാഡ് ടൈം ഉണ്ടാവും, ഒരു നാൾ തിരിച്ചു വരും. പക്ഷെ ആ തിരിച്ചു വരാൻ വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. എങ്കിൽ പോട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഭ്രാന്തൻ തരികയാണ്. ബൈ ഫ്രം ഭ്രാന്തൻ. എന്തായാലും നല്ല നടക്കട്ടെ.